നമസ്കാരം. ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 0.69% ഇടിഞ്ഞ് 21,517 ക്ലോസിംഗ് നൽകി. സെൻസെക്സ് 0.75% ഇടിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഇന്ന് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് IT ഇൻഡെക്സിലായിരുന്നു. IT ഇൻഡെക്സ് 2.5% ഇടിഞ്ഞു. സ്മാൾ ക്യാപ്, മിഡ് ക്യാപ് ഇൻഡെക്സുകൾ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് നൽകിയത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1165ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 997ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. ഇന്നത്തെ ദിവസം ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട്. അവന്യൂ സൂപ്പർ മാർട്ട് ഇന്ന് 4% ഇടിഞ്ഞ് 3940 ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 4200 നിന്നും ഇടിഞ്ഞ് 3938 എത്തി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 3292. കഴിഞ്ഞ ദിവസം അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ മീറ്റ് ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് വന്നത്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ സ്റ്റാൻഡ് ലോൺ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 17.18% വർദ്ധിച്ച് 13,247 കോടിയായിരുന്നു. കൂടാതെ റവന്യൂ പെർ സ്റ്റോറിൽ 5% വളർച്ചയും സ്റ്റോർ അഡീഷനിൽ 11% വളർച്ചയും കമ്പനി കൈവരിച്ചു. പക്ഷേ ഈ ഡേറ്റയെല്ലാം മോത്തിലാൽ ഒസ്വാൾ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പ്രൊജക്റ്റ് ചെയ്ത ഡേറ്റയേക്കാൾ താഴ്ന്ന ലെവലിലായതുകൊണ്ടാണ് ഇന്ന് അവന്യൂ സൂപ്പർ മാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ട് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. ഡിമാർട്ടിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ കഴിഞ്ഞ 3 വർഷമായി കമ്പനി നേരിടുന്ന സബ്ഡ്യൂഡ് ഗ്രോത്ത് തന്നെയാണ്. ഇവിടെ കമ്പനിയുടെ റവന്യൂ പെർ സ്ക്വയർ ഫീറ്റ് റവന്യൂ പെർ സ്റ്റോർ ഗ്രോത്തിനേക്കാളും താഴ്ന്ന ലെവലിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേണായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഫെസ്റ്റീവ് സീസണോടുകൂടി ഡിമാർട്ടിൻ്റെ പെർഫോമൻസിൽ ഇംപ്രൂവ് ആകുമെന്നായിരുന്നു പല ബ്രോക്കേജ് ഏജൻസികളും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ ഇംപ്രൂവ് ഇതുവരെയും കമ്പനിയുടെ പെർഫോമൻസിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മറ്റുള്ള ഓൺലൈൻ, ഓഫ്ലൈൻ ഗ്രോസറി മാർക്കറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിമാർട്ട് ഇപ്പോഴും ഹെവി ഡിസ്കൗണ്ടിലാണ് പ്രൊഡക്റ്റുകൾ നൽകുന്നത്. അതുമൂലം കൂടുതൽ ക്ലയൻറ്റുകൾ ഡിമാർട്ടിലേക്ക് ആകർഷകരാകുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോത്തിലാൽ ഒസ്വാൾ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും 4,400 രൂപയുടെ ടാർഗറ്റും ഡിമാർട്ടിന് നൽകി. ഡിമാർട്ട് എന്ന സ്റ്റോക്ക് ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് അതിൻ്റെ നെക്ക് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും സ്റ്റോക്കിൽ കറക്ഷൻ വരികയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായ 3750 ആയിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്. ഇന്നത്തെ ദിവസം ടാറ്റ പവർ ഏകദേശം 1% ഇടിഞ്ഞ് 326 ക്ലോസിംഗ് നൽകി. 1,00,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.27, ഡിവിഡൻഡ് yield 0.61%. ഡിമാർട്ട് പോലെ തന്നെ ടാറ്റ പവറും 52 വീക്ക് ഹൈയിൽ നിന്നും കറക്റ്റായി ഒരു ബിയറിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുകയാണ്. 346 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 326 രൂപയിലേക്ക് എത്തി. 182 രൂപയാണ് സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സെൻസെക്സ് 50% റിട്ടേൺ നൽകിയപ്പോൾ 327% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ടാറ്റ പവർ. ടാറ്റ പവറിന് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗ് നൽകിയതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ. ടാറ്റ പവറിൻ്റെ വാല്യൂഷനെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ കമ്പനി വരുന്ന 4 വർഷം കൊണ്ട് അതിൻ്റെ പ്രോഫിറ്റ് ഇരട്ടിയാക്കണമെന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ മുന്ദ്ര പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എത്തിയിട്ടില്ല. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ചില ഓർഡറുകൾക്ക് മുകളിലാണ് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട തീരുമാനം പെൻഡിങ് ആയി നിൽക്കുന്നത്. ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ്. അതുകൊണ്ടാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ടാറ്റ പവറിന് സെൽ എന്ന റേറ്റിംഗും 245 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ടെങ്കിലും മറ്റു പല ബ്രോക്കേജ് ഏജൻസികളും ടാറ്റ പവറിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്റ്റോക്കിൻ്റെ മൂവിങ് ആവറേജ് അതിൻ്റെ 50 ഡേ, 200 ഡേ, 100 ഡേ, 5 ഡേ, 20 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിൽ നിൽക്കുന്നതും. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 8.79% വർദ്ധിച്ച് 935 കോടിയിൽ നിന്നും 1017 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ റവന്യൂ 9% വർദ്ധിച്ച് 15,442 കോടിയായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ രീതിയിലുള്ള ഒരു ഡീസൻറ്റ് ഗ്രോത്ത് ഇപ്രാവശ്യവും ടാറ്റ പവറിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. പ്രഭുദാസ് ലീലാധറിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന റെസിസ്റ്റൻസ് 335 രൂപയാണ്. ഈ 335 എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് ചിലപ്പോൾ 380 വരെ ഉയർന്നേക്കാം.
ചോയ്സ് ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് സ്റ്റോക്കിൽ ബുള്ളിഷ് മൊമെൻറ്റം ഇൻടാക്റ്റ് ആണ്. അതേസമയം ഈ സ്റ്റോക്കിന് പൊസിഷണലി 260 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 420 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാമെന്നാണ് ചോയ്സ് ബ്രോക്കേജ് ഏജൻസി പറയുന്നത്. ടെക്നിക്കലി ടാറ്റ പവർ എന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. 315 വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ലെവൽ. 315 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 300 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്തേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്